ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വീഡിയോ ഒരു വെഡ്ഡിങ് വർക്കിൻ്റെ വീഡിയോ ആണ്. ഇന്നത്തെ വർക്ക് വരുന്നത് തില്ലങ്കേരിയാണ്. തില്ലങ്കേരി എവിടെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു വ്യക്തിയുടെ വീട്ടിലാണ്. നമ്മളെ സെലിബ്രിറ്റി ആയ സംഗീതേട്ടൻ്റെ വീട്ടിലാണ് എനിക്ക് ഇന്നത്തെ വർക്ക്. പിന്നെ അവരുടെ കസിൻ്റെ കല്യാണമാണ്. കല്യാണം ചെക്കനാട്ടോ. അവരുടെ കസിന് പെണ്ണ് നേപ്പാളിയിലാണ്. നേപ്പാളി പെൺകുട്ടി തന്നെയാണ് ഞാനിന്ന് ഒരുക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ട്. വർക്ക് എങ്ങനെയാവും എന്നല്ല, എന്ന് വെച്ചാൽ അവർ പറഞ്ഞ രീതിയിൽ എനിക്ക് ആ കുട്ടിയെ ഒരുക്കാൻ പറ്റുമെന്ന വിശ്വാസത്തിലാണ് ഞാൻ പോകുന്നത്. അവരെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അധികം ഓവറായിട്ട് ഇതാക്കാൻ പാടില്ല ആ കുട്ടിയെ. എന്ന് വെച്ചാൽ നേപ്പാളി ആയതുകൊണ്ട് കുറച്ച് ബ്രൈറ്റായ ഒരു കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിയെ ഇനി കുറേ ഫൗണ്ടേഷനൊക്കെ അടിച്ചിട്ട് അങ്ങനെ ആക്കുന്നതിനേക്കാൾ നല്ലതൊരു നോർമൽ ലുക്ക്. അപ്പോൾ ആ കുട്ടിയുടെ സ്കിൻ ടോൺ അനുസരിച്ചിട്ടുള്ള മേക്കപ്പ് ചെയ്യണം എന്നാണ് എന്നോട് പറഞ്ഞത്. ഞാൻ ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ ഞാനും വിദ്യേച്ചിയും കൂടിയാട്ടോ പോകുന്നത്. വിദ്യേച്ചിനെ ഞാൻ ഇരിട്ടിയിൽ വന്ന് കൂട്ടണം. അപ്പോൾ ഇരിട്ടിയിൽ ഞാൻ പോയിക്കൊണ്ടിരിക്കുക. പൈഞ്ചേരി എത്തി. വിദ്യേച്ചി അപ്പോഴേക്കും ഞാൻ വിളിച്ചപ്പം പറഞ്ഞു ഇത് എത്താനായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് വിദ്യേച്ചിനെ ആയിരുന്നു കൂട്ടണം. അതിനിടയ്ക്ക് രാവിലെ തന്നെ ആയതുകൊണ്ട് കുറേ വണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ. അതിനിടയ്ക്ക് ഞാൻ വണ്ടി നിർത്തിയ അവരവിടെ ചെടിക്ക് വെള്ളം നനയ്ക്കുന്നുണ്ടായിരുന്നു. രാവിലെ അല്ലേ, ഒരു 4:15 ഞാൻ ഇരിട്ടിയിലെത്തിയിട്ടുണ്ട്. അപ്പം ബസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു പോകുന്നുണ്ട്. കുറേ ബസ്സാണ്, ടൂറിസ്റ്റ് ബസ്സൊക്കെ നിർത്തിയിട്ടുണ്ട്. എറണാകുളം ബാംഗ്ലൂരൊക്കെ ഉള്ള ബസ്സുകളാവുന്നു. അപ്പോൾ അതിലേക്ക് വരുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്, ഈ കുട്ടി എന്താ ഈ പൊലച്ചൊക്കെ വന്ന് ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നതെന്നൊക്കെ. ഞാൻ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ ചേട്ടൻ വേക്കുന്നത് ഇവളെന്താ ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് വർത്താനം പറയുന്നതെങ്കിൽ വിചാരിക്കുന്നുണ്ടാവുമായിരിക്കും. അങ്ങനെ ആ സമയം കൂടി വിദ്യേച്ചിയുടെ എത്തി. വിദ്യേച്ചിൻ്റെ വണ്ടി ഒന്ന് സൈഡാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അധികം അങ്ങ് കയറ്റിയിടണ്ട, നമുക്ക് വന്നിട്ട് എടുക്കാനുള്ളതാ, അപ്പോൾ എടുക്കാൻ പറ്റണമല്ലോ. അപ്പോൾ വിദ്യേച്ചി ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവിടെ കുറച്ചങ്ങോട്ട് ഇതാക്കാണ്ട് നിർത്തി. അങ്ങനെ നമ്മൾ ലൊക്കേഷനിലിട്ട് നമ്മൾ സംഗീതേട്ടൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ആദ്യമായിട്ടല്ലേ വീട്ടിൽ നിന്ന്. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്, അവരെ കണ്ട ഒരു സന്തോഷമുണ്ട് ഞങ്ങളുടെ മുഖത്ത്. എന്നുവെച്ചാൽ അത്രക്കും സെലിബ്രിറ്റി ആയ ഒരു വ്യക്തിയുടെ വീട്ടിൽ നമുക്ക് വർക്ക് കിട്ടുക എന്ന് പറയുന്നത് നല്ല കാര്യമല്ലേ. അപ്പോൾ അതിലുള്ള ഒരു സന്തോഷം ഞങ്ങൾക്കുണ്ട്. വിദ്യേച്ചിക്കാണെങ്കിൽ അതിൻ്റെ അപ്പുറമുണ്ട്. സായു ചേട്ടനെ കാണാനൊക്കെ ഭാഗ്യം കിട്ടിയല്ലോ എന്നുള്ളൊരിത്. അങ്ങനെ നമ്മളെ പെൺകുട്ടിയെ, നമ്മുടെ താരത്തെ നമ്മൾ ഒരുക്കുവാണ്. മേക്കപ്പ് ചെയ്തുകൊടുക്കുക നമ്മളുടെ സംസാരത്തിൽ തിരിയല്ലോ. അപ്പോൾ അങ്ങനെ പറഞ്ഞു ലവ് മാരേജ് ആണെന്ന് ചോദിച്ചപ്പോൾ ആണെന്ന് പറഞ്ഞു. അങ്ങനെ അവരെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്ന്. പിന്നെ കുട്ടിക്ക് മലയാളം അറിയത്തില്ല കേട്ടോ. പിന്നെ എന്തെങ്കിലും പറയുമ്പോൾ കുറച്ച് പറയും, അല്ലാണ്ട് കൂടുതലൊന്നും അറിയില്ല. വിദ്യേച്ചിയാണ് സാരി ഉടുപ്പിച്ചത്. മേക്കപ്പ് ഞാൻ ചെയ്തു, വിദ്യേച്ചി സാരി ഉടുപ്പിച്ചു. അങ്ങനെ നമ്മുടെ മേക്കപ്പ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി മറ്റേ രേഷ്മേനെയും ഒരുക്കണം. അതിന് അവർ വരണത്രേ. പിന്നെ അങ്ങനെ അവരുടെ മേക്കപ്പും കഴിഞ്ഞ് നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അടുത്ത കുറച്ച് വീഡിയോസും കാര്യങ്ങളും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോഴേക്ക് ഇച്ചൂട്ടൻ അതിനിടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇച്ചൂട്ടനാടുന്ന് എൻ്റെ താക്കോലും കൊണ്ട് വണ്ടീൻ്റെ ചാവിയും കൊണ്ട് കളിക്കുന്നുണ്ടായിരുന്നു. ഇവൻ കുറച്ച് കുസൃതിയാണെങ്കിലും നല്ല ഇതാട്ടോ, കമ്പനി ആവുന്നുണ്ട് വേഗം. പിന്നെ ഇതാണ് ഇവരുടെ വീട് എന്ന് പറയുന്നത്. രേഷ്മേച്ചിയും പിന്നെ അമ്മയെല്ലാം ഉണ്ടായിരുന്നു നിറയത്ത്. നല്ല ഒരു വൈബാണ് കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. നല്ലൊരു ഫാമിലിയാണ്. കുറുമൻ ഡ്രസ്സൊക്കെ മാറ്റിയത് സ്കൂട്ടീൻ്റെ മുകളിൽ കയറി കളിക്കുവാന്ന്. അപ്പോൾ ഈ ചേട്ടന് പറയുന്നുണ്ടായിരുന്നു ഈ ഡ്രസ്സിലൊന്നും മണ്ണ് വരക്കില്ലേന്ന്. ബാഗി പാൻറ്റും വെള്ള ഷർട്ടിലും ഇട്ടിട്ട് സുന്ദരനായിട്ട് നിന്നതാണ് ചെക്കൻ. അങ്ങനെ നമ്മുടെ വർക്കൊക്കെ കഴിഞ്ഞ് എല്ലാവർക്കും വർക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു സെലിബ്രിറ്റി ഫാമിലി എന്നതിലുപരി സ്വന്തം കുടുംബത്തെ പോലെയാണ് അവർ നമ്മളോട് പെരുമാറിയത്. എൻ്റെ പ്രൊഫഷണൽ ലൈഫിലെ ഏറ്റവും മികച്ച ദിവസങ്ങളിൽ ഒന്നായിരുന്നു എനിക്ക് ആ ദിവസം. ആ ദിവസം തന്നതിന് സംഗീതേട്ടന് ഒരുപാട് താങ്ക്സ്. ഫാമിലിക്കും താങ്ക്സ്.